എല്ലാവർക്കും മല്ലുകൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെ കുറിച്ചാണ്. ജോർജ് ജോർജിന്റെ ആദ്യത്തെ സംവിധാന ചിത്രമായിരുന്നു പണി. ജോർജ് ജോർജ് തന്നെയായിരുന്നു സിനിമയിലെ നായകൻ. സിനിമ തിയേറ്ററിൽ നിന്ന് നല്ലൊരു പ്രതികരണം നേടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴിതാ പണി എന്ന സിനിമയുടെ OTT അവകാശം വിറ്റുപോയിരിക്കുകയാണ്. ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യനെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ അവർക്ക് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. ഡിസംബർ 2nd വീക്കിൽ പണി എന്ന സിനിമ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെ കുറിച്ചാണ്. ഭാവനയാണ് ഈ സിനിമയിൽ നായിക. ഒരുപാട് താരനിരകൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ഹണ്ട് എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഹണ്ട് എന്ന സിനിമയുടെ OTT അവകാശം വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ റിലീസ് ഉടൻ ഉണ്ടാകുമെന്നാണ് ആമസോൺ പറഞ്ഞിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇതിനുള്ളിൽ ഹണ്ട് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെ കുറിച്ചാണ്. ദിലീപിന്റെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമയായിരുന്നു തങ്കമണി. സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി എന്ന സിനിമ പറഞ്ഞു പോകുന്നത്. പക്ഷേ സിനിമയ്ക്ക് തിയേറ്ററിൽ വിജയിക്കാൻ സാധിച്ചില്ല. അതുമാത്രമല്ല ദിലീപിന്റെ സിനിമ OTTയിൽ വിറ്റുപോയില്ല. ആരും വാങ്ങാത്തത് കൊണ്ട് ഒരു വർഷമായിട്ട് സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം കുറഞ്ഞ വിലയ്ക്ക് തങ്കമണി എന്ന സിനിമ വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് ഉടൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വരുന്ന ക്രിസ്മസിനായിരിക്കും തങ്കമണി എന്ന സിനിമ ആമസോൺ പ്രൈമിൽ വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT ഏതാണ്? അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ സിനിമ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.